Hi dears and welcome back to our channel. നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോവൽ നെക്ക് ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്നാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ടോപ്പിലും ക്രോപ്പ് ടോപ്പിലും അതേപോലെ ചുരിദാറിലും എല്ലാത്തിലും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിസൈനാണിത്. അപ്പോൾ ഞാൻ നെക്ക് വരച്ചെടുത്തിട്ടുണ്ട്, പിന്നെ 1 ഇഞ്ച് വിട്ടിട്ട് ഒരു നെക്ക് കൂടെ വരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ നെക്ക് ലൈനിൽ കൂടെ ഷുഗർ ബീഡ്സ് ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെക്ക് മാർക്ക് ചെയ്തതിന് കുറച്ച് താഴെ ആയിട്ട് വേണം നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, ഞാൻ ഈസിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ഷുഗർ ബീഡ്സ് കോർത്തെടുക്കാറ്. ഇനി നമുക്കിത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുമിച്ചിട്ട് കുറച്ചെണ്ണം കോർത്തെടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഇടയ്ക്കൊന്ന് ലോക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ്സ് ഒരുപാട് ഇങ്ങനെ എടുക്കുമ്പോൾ ഒരുപാട് ടൈറ്റ് ചെയ്തിട്ട് എടുക്കരുത്. ടൈറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഈ ബീഡ് ഇങ്ങനെ പൊങ്ങി നിൽക്കും. നമ്മളിങ്ങനെ ലോക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ബീഡ്സ് ഇങ്ങനെ പൊങ്ങി നിൽക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരിക്കലും ഭയങ്കര ടൈറ്റായിട്ട് കോർത്തെടുക്കരുത്. അപ്പോൾ അതേ നമ്മൾ ലോക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. ഒരു 4-5 ഇടവിട്ടിട്ടാണ് നമ്മൾ ലോക്ക് ഇട്ടെടുത്തത്. പിന്നെ അവസാനമായിട്ട് എടുക്കുമ്പോൾ നമ്മളിത് 2 ഉള്ളിലൂടെ വേണം എടുക്കാൻ. എന്നിട്ട് നമ്മൾ വീണ്ടും കുറച്ചെണ്ണം കോർത്തെടുക്കുക. അതെന്നുവെച്ചാൽ ഒരു കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവസാനത്തെ 2 ഉള്ളിലൂടെ എടുത്തത്. അപ്പോൾ കണ്ടില്ലേ, ഒരു കണ്ടിന്യൂറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി വീണ്ടും ലോക്ക് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ നമുക്ക് ഈ ഒരു ലൈന് കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം, നെക്ക് ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഷുഗർ ബീഡ്സോട് നെക്ക് ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഒരു ലെയറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് വലിയ ബീഡ്സ് വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഇതേപോലെ തന്നെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കുറച്ചധികം ബീഡ്സ് എടുത്തിട്ട് ലോക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഷുഗർ ബീഡ്സ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ. അപ്പോൾ ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററിലൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് നമ്മൾ ബീഡ് എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 2 ഉള്ളിലൂടെ എടുത്തിട്ട് നെക്സ്റ്റ് കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് വീണ്ടും നമ്മൾ കോർത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഇത് മൊത്തം ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ലൈൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ ഷുഗർ ബീഡ്സ് കൊണ്ട് ഒരു ലൈനും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ഷുഗർ ബീഡ്സ് കൊണ്ട് ഈ ലൈനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ലൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് സ്റ്റോൺ വെച്ച് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓരോരോ ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നത്. ഞാനിവിടെ ഫ്രെയിം സ്റ്റോൺ ആണ് യൂസ് ചെയ്യുന്നത്. വൈറ്റ് ആട്ടോ ഇതിൻ്റെ കളറ്. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റോൺസ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോൺസ് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ഈ സ്റ്റോണിന് ചുറ്റും ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ ഞാൻ കുറച്ച് ഷുഗർ ബീഡ്സ് ഇങ്ങനെ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ ഇങ്ങനെ റൗണ്ടായിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്ന് ലോക്ക് ചെയ്തിട്ടെടുക്കുക. അങ്ങനെ ഈ സ്റ്റോൺ മൊത്തം നമ്മൾ എല്ലാ സ്റ്റോണിൻ്റെ ചുറ്റും ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ സ്റ്റോൺസിന് ചുറ്റും നമ്മൾ ഷുഗർ ബീഡ്സ് വെച്ച് കൊടുത്തു. ഇനി ഇതിന് താഴെയായിട്ട് നമ്മൾ വലിയ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ നെക്ക് ലൈൻ യൂസ് ചെയ്ത അതേ ബീഡാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡറിൻ്റെ ആ ഒരു പോർഷൻ വരുന്ന അവിടെ മാത്രം നമ്മൾ 4 വെച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലായിടത്തും നമ്മൾ 5 ബീഡ് വെച്ചിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഷോൾഡർ വരുന്ന റൈറ്റിലും ലെഫ്റ്റിലും നമ്മൾ 4 വെച്ച് കൊടുക്കും. ബാക്കി എല്ലായിടത്തും 5 വീതം വെച്ച് കൊടുക്കും. നമ്മൾ ഷോൾഡറിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് സ്റ്റിച്ചിങ് ഒക്കെ വരേണ്ടതാണ്. അപ്പോൾ 5 വെച്ച് കൊടുക്കുമ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ പുറത്തായിരിക്കും വരിക. അതുകൊണ്ടാണ് അവിടെ 4 വെച്ച് കൊടുക്കുന്നത്. ലെഫ്റ്റിലും റൈറ്റിലും നമ്മൾ സെയിം ആയിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ അതേ മൊത്തം നമ്മൾ ചെയ്തിട്ടെടുത്തു. ഇനി ഒരു ഗ്യാപ്പിലും കൂടെ നമുക്കൊന്ന് ബീഡ്സ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ബീഡ് വെച്ച് കൊടുക്കണം. നമ്മൾ നെക്ക് ലൈനിൽ ഉപയോഗിച്ച ആ ബീഡിനേക്കാളും കുറച്ച് ചെറിയ ബീഡാട്ടോ ഇത്. ഇനി ഈ ബീഡിന് ചുറ്റും നമ്മൾ ഇതിനേക്കാളും ചെറിയ ബീഡ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് 5 എണ്ണമായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ചെറിയൊരു ഫ്ലവർ പോലെ ചെയ്തിട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 എണ്ണാട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് വരും, പക്ഷെ അതൊരു ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടെടുക്കാൻ പറ്റും. നമ്മൾ കുറച്ച് ആ ഗ്യാപ്പ് തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് 5 എണ്ണം അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടെടുക്കുന്നത്. അപ്പോൾ ഈ ഗ്യാപ്പ് മൊത്തം അങ്ങനെ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീൻ സ്റ്റോൺ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ താഴെ, അങ്ങനെ ഗ്യാപ്പ് ഫില്ല് ചെയ്തതിന് താഴെയാണ് നമ്മൾ സ്റ്റോൺ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളർ സ്റ്റോൺ ആട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ താഴെ നമ്മൾ ഗ്രീൻ സ്റ്റോൺ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് ലൈൻ്റെ താഴെയുള്ള ഗ്യാപ്പിലും കൂടെ നമുക്ക് സ്റ്റോൺ വെച്ച് കൊടുക്കണം. അപ്പോൾ 2 സ്റ്റോണാണ് വെച്ച് കൊടുക്കുന്നത്. ഗ്രീനും അത് ഗോൾഡനും രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു ഗ്രീൻ വയ്ക്കുക, ഒരു ഗോൾഡൻ സ്റ്റോൺ വയ്ക്കുക. നമ്മൾ അങ്ങനെയാണ് ഇടവിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സ്റ്റോൺസ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ വെച്ച ഗ്രീൻ സ്റ്റോണിന് ചുറ്റും ഷുഗർ ബീഡ്സ് കൊണ്ട് ഒന്ന് ഫ്രെയിം ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോൾ വെച്ച ഗ്രീൻ സ്റ്റോൺ ഉണ്ടല്ലോ, അതിൻ്റെ താഴെയും കൂടെ നമ്മൾ വലിയ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു 6 എണ്ണം വെച്ചിട്ടാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഷോൾഡറിനോട് അടുപ്പിച്ച് വരുന്ന ആ റൈറ്റിലും ലെഫ്റ്റിലും ആ ഗ്രീൻ സ്റ്റോൺ നമ്മൾ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള സെൻറ്ററിലാണ് നമ്മളിത് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ബീഡ്സ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ എന്താ വെച്ച് കൊടുക്കുന്നത്, നമ്മുടെ ഷോൾഡർ കുറച്ച് തിന്നായിട്ടാണ് വരുന്നത്. അതുകൊണ്ടാട്ടോ ആ 2 സൈഡിലും വെച്ച് കൊടുക്കാത്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിസൈൻ്റെ കംപ്ലീറ്റഡ് ലുക്ക്. കുറച്ച് ഹെവിയാണ്, പക്ഷെ നല്ല ഭംഗിയായിട്ടോ ചെയ്ത് കഴിഞ്ഞാൽ. ക്രോപ്പ് ടോപ്പിലാണ് ഞാനത് ചെയ്യുന്നത്. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ എന്തായാലും ഞാനിപ്പോൾ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണാനുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വയ്ക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മിസ് ചെയ്യാണ്ട് കിട്ടുള്ളൂ. So guys, thank you so much for watching. See you to next video. Bye.